അടുത്ത വരികളുടെ വിശദീകരണം നോക്കാം. അടുത്ത വരികൾ അന്തരിച്ച ഭാര്യയുടെ അടുത്തിരിക്കുന്ന പുരുഷൻ്റെ അവസ്ഥയെയാണ് വിശദീകരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. പ്രിയതമയുടെ വേർപാടിൽ അവശനായ ഭർത്താവ് ഭാര്യയുടെ നിശ്ചലമായ ശരീരം താങ്ങിയിരിക്കുന്നതാണ് ഈ രണ്ടാമത്തെ വരികളുടെ സന്ദർഭം. ഭർത്താവിൻ്റെ ദയനീയാവസ്ഥയെയാണ് അതിസൂക്ഷ്മമായി ഇവിടെ വിവരിച്ചിരിക്കുന്നത്. പ്രിയതമയുടെ വേർപാട് മൂലം ആ ഹതഭാഗ്യൻ്റെ കണ്ണ് നിറഞ്ഞു. അയാളുടെ ശബ്ദമിടറി. നെടുവീർപ്പുകൾ കേൾക്കുമ്പോൾ അയാൾ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നും. സംസാര ദുഃഖത്തിൻ്റെ ശക്തമായ കാറ്റടിച്ച് അയാൾ വല്ലാതെ മുങ്ങുകയാണ്. ഇങ്ങനെയെല്ലാം ദുഃഖിക്കുന്ന അയാൾ നിലത്ത് പൊടിപുരണ്ട് ജീവനില്ലാതെ കിടക്കുന്ന ഭാര്യയുടെ മൃദുലമായ മേനി താങ്ങിക്കൊണ്ട് വേറൊന്നും ചെയ്യാനില്ലാതെ ഇരിക്കുന്നു. ഭർത്താവിൻ്റെ ഈ ദയനീയാവസ്ഥയെയാണ് അതിസൂക്ഷ്മമായി രണ്ടാമത്തെ വരികളിൽ വിശദീകരിച്ചിരിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ വരികളാണ്. മൂന്നാമത്തെ വരികളിൽ നായകൻ്റെ നിസ്സഹായാവസ്ഥയെയാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ വരികളുടെ ആശയ വിശദീകരണം നോക്കാം. നായകൻ്റെ ഇരിപ്പ് തികച്ചും ഭീതിതമായ അന്തരീക്ഷത്തിലാണ്. നാട്ടുകാർ കോളറ രോഗത്താൽ ജീവൻ വെടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ രോഗബാധയാൽ നായിക അന്തരിച്ച സംഭവമാണിവിടെ. ഈ വർഷക്കാലം പേടി ഉണർത്തുന്ന സമയമാണ്. കത്തുന്ന വിളക്കിൻ്റെ തിരി ഒന്ന് നീട്ടിക്കൊടുക്കാൻ പോലും ശേഷിയില്ലാതെ അയാൾ വിളക്കിൻ്റെ നേർക്കിരിക്കുന്നു. നാട്ടിൽ പടർന്നു പിടിച്ച വിഷൂചികാ രോഗത്തിൻ്റെ ഭീകരാവസ്ഥയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നിലവിളക്കിൻ്റെ തിരി ഒന്ന് നീട്ടിക്കൊടുക്കാൻ പോലും ശേഷിയില്ലാതെ ഇരിക്കുന്ന ഭർത്താവിൻ്റെ സൂക്ഷ്മചിത്രം അയാളുടെ നിസ്സഹായാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് നാലാമത്തെ വരികളുടെ വിശദീകരണമാണ്. പ്രകൃതിയുടെ ഭയാനക ബാഹ്യലീലകളൊന്നും തന്നെ ഭാര്യാവിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ആ ഭർത്താവിനെ അശേഷം ബാധിക്കുന്നില്ല. പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങളെ ഭീകര ദൃശ്യങ്ങളാക്കി സന്ദർഭോചിതമായി കവി വർണ്ണിക്കുന്നു. പാട്ടുകാരനെ പോലെ കൂമൻ മൂളുന്നതും കുറ്റിച്ചൂളാൻ ചിറകടിച്ചുകൊണ്ട് കൂകുന്നതും അയാൾ അറിയുന്നില്ല. തൻ്റെ സ്നേഹത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അന്ത്യമായെന്ന തിരിച്ചറിവിൽ സ്തംഭിച്ചിരിക്കുകയാണ് അയാൾ. അടുത്തത് അഞ്ചാമത്തെ വരികളുടെ വിശദീകരണമാണ്. അഞ്ചാമത്തെ വരികളിൽ പറയുന്നത്, ദുഃഖത്താൽ നീണ്ട നെടുവീർപ്പുകൾ തുടരെ ഇടുന്നതിനാൽ അയാളുടെ മുഖം ഉലയ്ക്ക് തുല്യമായി എരിയുന്നതായി മാറി. മഴ പെയ്യുന്നത് പോലെ മുത്തിൻ്റെ ശോഭയുള്ള കണ്ണീർ കണങ്ങൾ എപ്പോഴും പുറപ്പെടുവിക്കുന്നതിനാൽ കണ്ണുകൾ കലങ്ങി മറിഞ്ഞു. വിളറിയതും ഒട്ടിയതുമായ കവിൾത്തടം, ചാമ്പൽ പോലെ വിളർത്ത ഉടൽ എന്നിവയോടുകൂടി അയാൾ ഇരിക്കുന്നു. ഭർത്താവ് ഈ സന്ദർഭത്തിൽ വൈദ്യുതിയാൽ ഇളകുന്ന പാവയെപ്പോലെയായി മാറി. ദുഃഖം, ഭയം എന്നിവ മൂലം ഞെട്ടുകയോ വിറയ്ക്കുകയോ അയാൾ ചെയ്തിരിക്കാം. അത് ബോധപൂർവമായിരുന്നില്ല എന്ന് സാരം. അമിത ദുഃഖം മൂലമുള്ള ഭർത്താവിൻ്റെ ശരീരചലനങ്ങളെ അതിസൂക്ഷ്മമായി വർണ്ണിക്കുന്നു. ഭർത്താവിനെ കേവലം വൈദ്യുതി കൊണ്ട് യാന്ത്രികമായി ഇളകുന്ന ഒരു പാവയെപ്പോലെയാണ് ഇവിടെ കവി ചിത്രീകരിച്ചിരിക്കുന്നത്.